ഹലോ മൈ ഫാമിലി ഗേസ്. അപ്പോൾ നമ്മളിന്നൊരു കസ്റ്റേർഡിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. എല്ലാവർക്കും റെസിപ്പി അറിയാമെന്നറിയാം, എങ്കിലും എൻ്റെ ഒരു വേർഷൻ ഓഫ് കസ്റ്റേർഡ് ആട്ടോ. അപ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കാം. എന്നിട്ട് നമ്മൾ വാട്ടറോ മിൽക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു കസ്റ്റേർഡ് പൗഡർ ശേഷം നമ്മളൊരു സോസ് പാൻ അല്ലെങ്കിൽ ചായപ്പാൻ എന്തെങ്കിലും എടുക്കാം. നമുക്ക് അതിലോട്ട് 1 ഗ്ലാസ് പാൽ ഒഴിക്കാം. നിങ്ങൾക്കിത് വെള്ളം ആഡ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല, പക്ഷേ എനിക്ക് പാലിന് ക്ഷാമമായതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 5 to 6 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ യൂസ് ചെയ്യാം, മധുരത്തിനനുസരിച്ചിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പാൽ തിളപ്പിക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. കസ്റ്റേർഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതൊക്കെ നന്നായിട്ട് അറിയെങ്കിലും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ഒരു വേർഷനാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കണ്ടിട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തുന്ന ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് പൊന്താനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളങ്ങനെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പാൽ നമ്മൾ തിളച്ച ഉടനെ തന്നെ സിമ്മാക്കി വെക്കണം. ഒരുപാട് അങ്ങനെ തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്നും തിളച്ചതും നമുക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് ഒഴിച്ച് വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒഴിച്ചു വിടണം. അപ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ വേഗം കട്ട പിടിച്ചു പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ മൊത്തം പാലും ആ കസ്റ്റേർഡ് മിക്സൊക്കെ നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കുറുക്ക് കൺസിസ്റ്റൻസി വരും. നല്ലൊരു കുട്ടികൾക്ക് നമ്മൾ കൂളുണ്ടാക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലെ വരും. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ലൂസായി കഴിഞ്ഞാൽ ഒരു ഡ്രിങ്ക് പോലെ ആവും, കസ്റ്റേർഡ് ഡ്രിങ്ക് പോലെ ആവും. തിക്കായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കും നമ്മൾ കസ്റ്റേർഡിൽ നിൽക്കേണ്ടത്. ഞാനിങ്ങനെ ഉണ്ടാക്കുക സാധാരണ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടി നമുക്കിതിന് ചൂടാറാൻ വെക്കാം. നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത്. പൊമഗ്രാനൈറ്റ് ആപ്പിളും. നിങ്ങൾക്ക് ഇതിൽ ബനാന യൂസ് ചെയ്യാം, മാംഗോ യൂസ് ചെയ്യാം, എന്ത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യട്ടോ. ഞാൻ ഇതിലോട്ട് എടുക്കുന്നത്. നമ്മൾ ഇതിലോട്ട് 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇത് നമുക്ക് നിർബന്ധമല്ല, പക്ഷേ ഈ ഒരു സ്റ്റെപ്പിൽ കുറച്ചുകൂടി നല്ലൊരു സ്വീറ്റ് ഉണ്ടാവും നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ. ഷുഗർ പേഷ്യൻസൊക്കെ ആകുമ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പം അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഷുഗറും ഈ ഒരു ഫ്രൂട്ട്സിൽ നന്നായിട്ട് മിക്സ് ആവണം. ദെൻ നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് ഫ്രീസ് ചെയ്യാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ഈ കസ്റ്റേർഡിൻ്റെ മിക്സും ഫ്രൂട്ട്സും നമ്മളെ കസ്റ്റേർഡ് മിക്സ് നന്നായിട്ട് തണുത്ത് കുറച്ച് കട്ടിയായിട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു തിക്നെസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാലോ അല്ലെങ്കിൽ വെള്ളം എന്ത് ആഡ് ചെയ്യാം. ഞാൻ വെള്ളം യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ പാലിന് ക്ഷാമമാണ്, സോ ഞാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് അത്ര ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും കുറച്ചും കൂടി റിച്ച്നെസ് ആയിരിക്കും നമ്മൾ ഫുൾ മിൽക്കിൽ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഫ്രൂട്ട്സ് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, കഴിക്കുക. അടിപൊളി ടേസ്റ്റ്, നല്ലൊരു ഡെസേർട്ടാണ്. നിങ്ങൾക്ക് നല്ല ഇപ്പം ഡിന്നർ അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗസ്റ്റിന് സെർവ് ചെയ്യാൻ പറ്റിയത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.